ഇനി നമുക്ക് ഇതേ അധ്യായത്തിൽ, അതായത് ജ്ഞാനകർമ്മ സന്യാസത്തിലെ അടുത്ത ശ്ലോകം 30-ാമത്തെ ശ്ലോകം നോക്കാം. ഈ ശ്ലോകത്തിൽ കൃത്യമായിട്ട് നിയതമായ, അതായത് ആഹാരത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അതിനോടൊപ്പം പ്രാണൻ്റെയും കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ശ്ലോകം നമുക്ക് നോക്കാം. അവരെ നിയതാഹാര പ്രാണൻ പ്രാണേഷു ജുഹ്യതേ സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷവിത കലുഷ എന്നാണ് ഭഗവാൻ്റെ അർത്ഥം. നോക്കാം. മറ്റു ചിലരാകട്ടെ ആഹാരം നിയന്ത്രിച്ച് നിയമത ആഹാരം, അതായത് നിയമദുരൂപത്തിൽ ആഹാരം കഴിച്ച് പ്രാണശക്തിയെ പ്രാണനിൽ തന്നെ ഹോമിക്കുന്നു. ഇവരെല്ലാം യജ്ഞത്തെക്കുറിച്ച് അറിയുന്നവരും യജ്ഞത്തിലൂടെ പാപങ്ങൾ നശിപ്പിക്കുന്നവരുമാണെന്ന് ഭഗവാൻ ഇത് പറയുന്നു. അപ്പോൾ ഇതിനകത്തിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. കുംഭകം നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞു. കുംഭകം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർകുംഭവും ബഹിർകുംഭവുമാണ് പറഞ്ഞത്. അപ്പോൾ അന്തർകുംഭത്തിലും ബഹിർകുംഭത്തിലും ഒന്നുകിൽ അകത്ത് പിടിച്ചു നിർത്തുക ശ്വാസത്തിനെ, അല്ലെങ്കിൽ പുറത്ത് പിടിച്ച് ശ്വാസം മൊത്തം വിട്ടതിന് ശേഷം പുറത്ത് നിർത്താൻ പറഞ്ഞു. ഏതൊരു വ്യക്തിക്കാണോ അത് സാധിക്കുന്നത് അവന് കുംഭകതലത്തിൽ തന്നെ മനസ്സിനെ ചിട്ടപ്പെടുത്തി ഏകാഗ്രപ്പെടുത്തി ഇന്ദ്രിയങ്ങളെ നിയമിത രൂപത്തിൽ കൊണ്ടുവരാം എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നാൽ അടുത്തതിൽ കേവല കുംഭകം എന്താണെന്നാണ് പറയുന്നത്. ഈ കുംഭകവും കേവല കുംഭകത്തെക്കുറിച്ച് അറിവുള്ളവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അത് കൂടുതലും നമ്മുടെ യോഗികളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കേവല കുംഭകത്തെക്കുറിച്ച് കൂടുതൽ ആരും പറയാത്തത്. എല്ലാ അറിവും നല്ലതാണ്. അറിവ് ഒരു കാരണവശാലും മാറ്റിവെക്കരുത്. ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അറിവിനെ ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പാടില്ല. അപ്പോൾ അറിവ് വേണം, ഇതിനെക്കുറിച്ചെല്ലാം അറിവ് വേണം. ആ അറിവ് നേടിയെടുക്കുന്ന വ്യക്തിക്ക് ഈ ജന്മം അല്ലെങ്കിൽ വരും ജന്മങ്ങൾ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് കേവലകുംഭം നോക്കാം. പ്രാണായാമത്തിൻ്റെ ഉന്നതമായ ഒരവസ്ഥയാണ് കേവലകുംഭം എന്ന് പറയുന്നത്. കുംഭകത്തിന് തന്നെ പ്രാണായാമത്തിന് തന്നെ 3 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. പൂരകം, രേചകം, കുംഭകം എന്ന് പറഞ്ഞു. കുംഭകത്തിന് ഇനിയും 3 തലങ്ങളുണ്ട്. ഒന്ന് സഹിത കുംഭകം, അതായത് സഹിത കുംഭകം ചിലരെ കേട്ട് കാണും. ബോധപൂർവം ശ്വാസം എടുത്തോ വിട്ടോ ശ്വാസം അടക്കി പിടിക്കുന്ന രീതിയാണ് സഹിത കുംഭകം. അതായത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ കുംഭകത്തിനാണ് സഹിത കുംഭകം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കേവല കുംഭകമാണ്. കേവല കുംഭകം യാതൊരു പ്രയത്നവുമില്ലാതെ പൂരകരേചകങ്ങളില്ലാതെ തന്നെ ശ്വാസം തനിയെ എടുക്കുന്ന അല്ലെങ്കിൽ നിലയ്ക്കുന്ന അവസ്ഥയ്ക്കാണിത് കേവല കുംഭകം എന്ന് പറയുന്നത്. ആദ്യത്തേത് സഹിത കുംഭകത്തിൽ നമ്മൾ ശ്വാസത്തെ എടുത്ത് നിർത്തി പിന്നെ ശ്വാസം വിട്ടു. ഇവിടെ രണ്ടാമത്തേതിൽ കേവല കുംഭകത്തിൽ നമുക്കൊരു കാരണവശാലും അതിൻ്റെ പ്രത്യേകത സ്വാഭാവികത അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതായത് ശ്വാസം അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യാതെ തന്നെ സാമാന്യമായിട്ടൊരു വ്യക്തി കുംഭകം ചെയ്യുന്ന രീതിനെയാണ് കേവല കുംഭകം എന്ന് പറയുന്നത്. അപ്പോൾ കേവല കുംഭകത്തിൽ അടുത്തത് ഒരു വ്യക്തി കേവല കുംഭകത്തിൽ തന്നെ അടുത്ത തലമെന്ന് പറയുന്നത് ഒരു വ്യക്തി കൃത്യമായിട്ട് ശ്വാസം ഇത് അറിയാതെ എടുക്കുമെന്ന് പറഞ്ഞു. മറ്റെന്താണ്, ഒരു വ്യക്തിക്ക് യാതൊരു വിധത്തിലും ശ്വാസത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരവസ്ഥ വരും. മറ്റേതിൽ അറിവുണ്ട്. കേവല കുംഭകത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ അറിവുണ്ട്. മൂന്നാമത്തേതിൽ അതുമില്ലാത്ത ഒരവസ്ഥയ്ക്ക് വരുന്നതാണ് ശ്വാസത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല നിൽക്കുന്ന തലമാണ് കേവല കുംഭകത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ശ്വാസം നിലയ്ക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായി നിശ്ചലമാവുകയും ഏകാഗ്രത കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ പറയുന്ന പ്രകാരം പ്രാണനിൽ ഹോമിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും നിയന്ത്രിച്ച് മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവെന്ന തത്വത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്യുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ആത്മതത്വത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾക്ക് അവർക്കുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തലത്തിൽ കേവല കുംഭകം ചെയ്ത് ശീലിക്കുക. അത് കഴിഞ്ഞ് കേവല കുംഭകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആത്മതത്വത്തെ അടുത്തറിയാൻ സാധിക്കും എന്ന് പറയും. എൻലൈറ്റൻമെൻറ്റിലേക്ക് പോകും. ആത്മജ്ഞാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാര പദവിയിൽ എത്താൻ സാധിക്കുന്ന ഒന്നാണ് കുംഭകം എന്ന് പറയും. ചുരുക്കത്തിൽ ശ്വാസോച്ഛ്വാസം നിലച്ച് മനസ്സ് പൂർണ്ണമായും ബ്രഹ്മത്തിൽ അഥവാ ആത്മസാക്ഷാത്കാരത്തിൽ അല്ലെങ്കിൽ ആത്മരൂപത്തിൽ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് യോഗികൾ കേവല കുംഭകം എന്ന് വിളിക്കുന്നത്.
ഇത് പലർക്കും പിന്നെ അജ്ഞാതമാണ്. എങ്കിൽ പോലും ഇതൊരറിവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതപാതയിൽ ആത്മീയ തലത്തിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളത് 100% ഗ്യാരണ്ടിയുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ എളിയ വീഡിയോ, അതായത് നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്.